വചനം മുറിവുകളെ കെട്ടുന്നതാ. മുറിവുകളെ കെട്ടുന്നതാ. മുറിപ്പെടുത്തുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം, നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം നമ്മളെ കുത്തി നോവിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ മുറിവുകളെ കെട്ടി ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം പിന്നീട് കുത്തുവാക്കുകൾ കേട്ട് എത്ര വർഷങ്ങളായി ആരാധന മുടക്കാതെ ആരാധനാലയത്തിൽ വന്ന് ഹന്നായുടെ വേദന കണ്ട അന്ന് അവളുടെ കുത്തുവാക്കിന് മറുപടി കൊടുക്കത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്തു. ഒന്നല്ല 5 എണ്ണത്തിന് വീണ്ടും കൊടുത്ത് അവളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. എന്നെ നിങ്ങളെ കുത്തി നോവിപ്പിക്കുമ്പോൾ തിരിച്ചു കുത്തി നോവിപ്പിക്കാൻ അല്ല, പിന്നെയോ നിന്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ വീഴട്ടെ, നിന്റെ തല ദൈവസന്നിധിയിൽ കുനിയട്ടെ, നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിൽ മലർക്കട്ടെ. എന്റെ ദൈവം കണ്ണടച്ചിരിക്കത്തില്ല, എന്റെ ദൈവം ചെവിപൊത്തി ഇരിക്കത്തില്ല, എന്റെ ദൈവം കൈകെട്ടി ഇരിക്കത്തില്ല. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്, ദൈവസഭയെ മുടിച്ച ശൗലിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തത്, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനാക്കി മാറ്റിയത് ഒറ്റ ശബ്ദമാ, ശൗല് ശൗല് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവവചനത്തിന്റെ ശക്തി മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാ. കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.